ഹലോ എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. ഞങ്ങൾ കോഴിക്കോട് വന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് പോണത്. ഞങ്ങൾ കുറച്ചധികം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിലായിരുന്നു പോയിരുന്നത്. അപ്പം ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ അങ്ങനെ പോകാണ്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ട്രെയിനിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ കയറിയത്. ഞങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ, എൻ്റെ ഉമ്മ, ഉപ്പ, അനിയൻ, പിന്നെ എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്റർ, ഫാമിലി, പിന്നെ എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്റർ, കസിൻസ്, അങ്ങനെ കുറച്ച് പേരായിരുന്നു. കുറച്ചധികം പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ട്രെയിനൊക്കെ വന്നു, ട്രെയിനിൽ കയറി. പിന്നെ ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സൈഡ് സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ അവിടെ ആ സൈഡ് സീറ്റിലിരിക്കുന്നത് എൻ്റെ ബ്രദറാണ്. അവനോട് മാറിത്തരാൻ പറഞ്ഞിട്ടോ മാറി തന്നില്ല. പിന്നെ അപ്പുറത്തിരിക്കുന്നതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ കോഴിക്കോട്ടേക്ക് പോയത് കഴിഞ്ഞ സൺഡേ ആയിരുന്നു. എനിക്കത് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടാനൊരു ടൈം കിട്ടിയിരുന്നത് കേട്ടോ. പിന്നെ ഇതാ പോണ വഴിക്ക് നല്ല അടിപൊളി ചില പാടങ്ങളും പാലങ്ങളും പുഴകളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പോണ വഴിക്ക് കുറേ പാടങ്ങൾ, നല്ല ഭംഗിയുള്ള കുറേ പാടങ്ങളൊക്കെ കണ്ടു. ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ചായ കണ്ടിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ചായ കുടിച്ചിരുന്നു. നല്ല ടേസ്റ്റുള്ള ചായ ആയിരുന്നു, നല്ല കുഴപ്പമൊന്നുമില്ലാത്ത നല്ല ചായ ആയിരുന്നു. അങ്ങനെ നല്ല അടിപൊളി വ്യൂവും കണ്ട് നല്ല അടിപൊളി ചായയും കുടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ തിരൂരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറേ തിരക്കൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സൈഡ് സീറ്റ് കിട്ടി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പാലങ്ങളും പുഴകളും ഒക്കെ കേട്ടോ. നല്ല ഭംഗിയുള്ള പാലങ്ങളും പുഴകളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ട്രെയിനിനൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകാൻ ലിഫ്റ്റൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ലിഫ്റ്റിനോടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി അപ്പുറത്തേക്ക് പോകാൻ കേട്ടോ ചെയ്തത്. കുറേ നടക്കാണ്ടായിരുന്നു. അവിടുന്ന് നടന്നൊരു വഴി ആയിക്കണ്. അപ്പം അവിടുന്ന് കുറേ നടന്ന് അങ്ങനെ അപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോവാൻ പ്ലാൻ ചെയ്തത് എങ്ങോട്ടാന്ന് വെച്ചാൽ SM സ്ട്രീറ്റ്, അതേപോലെ ഹൈലൈറ്റ്, അങ്ങനെയൊക്കെ പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോണത് SM സ്ട്രീറ്റിലോട്ടാണ്. അപ്പം ഞങ്ങൾ ഇതാ SM സ്ട്രീറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ ചെയ്തത്. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, SM സ്ട്രീറ്റിൽ തന്നെയുള്ള ടോപ്പ് ഫോം എന്നാണ് പേര്. ടോപ്പ് ഫോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ കയറിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. രാവിലെ നേരത്തെ കഴിച്ചതാണ്, അതും ലൈറ്റായിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നല്ലപോലെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പൊറോട്ട, അതേപോലെ ബീഫിൻ്റെ റോസ്റ്റ്, ചിക്കൻ കറി, അങ്ങനെ ചിക്കൻ്റെ ഗ്രേവി പോലെ ഒക്കെ ആയിരുന്നു. അപ്പം നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പൊറോട്ടയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങിയപ്പം ഈ ടോപ്പ് ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വാച്ച് ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ഞാനൊരു വാച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് SM സ്ട്രീറ്റിൽ തന്നെയുള്ള റോയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലോട്ടാണ്. അപ്പോൾ റോയൽ അവിടെ കയറിയിട്ട് ഞാനൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ടോപ്പല്ല, ഒരു ഷർട്ട് പോലത്തെ ഒരു
ഇത്. അപ്പം അതെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സ്ട്രീറ്റ് ഫുള്ളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്സിലിങ്ങനെ കയറി അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളുമൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഞാൻ സ്ട്രീറ്റിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു. സൺഡേ ആയ കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോകാമെന്ന് പ്ലാൻ ചെയ്തത് ഹൈലൈറ്റിലോട്ടാണ്. അപ്പം ഹൈലൈറ്റിൽ പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ ട്രെയിനിലാണല്ലോ വന്നത്. പിന്നെ ടാക്സിയൊക്കെ വിളിച്ച് പോകാൻ ഞങ്ങൾ കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിലാണ് ഹൈലൈറ്റിലോട്ട് പോയത് കേട്ടോ. ഞങ്ങൾ 2 ബസ് കയറി ഇറങ്ങി എന്നിട്ടാണ് ഹൈലൈറ്റിൽ എത്തിയത്. അപ്പം നല്ല ഫസ്റ്റ് കയറിയ ബസ്സിൽ സീറ്റൊക്കെ കിട്ടി. രണ്ടാമത് കയറിയ ബസ്സിൽ നിന്നിട്ടാണ് കേട്ടോ പോയിരുന്നത്. ഞങ്ങളൊരു 10:30 ഒക്കെ ആയിട്ടാണ് കേട്ടോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. പിന്നെ ഒരു 11 മണിയൊക്കെ ആയിക്കണു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ. പിന്നെ ഒരു 2-2.5 മണിക്കൂറോളം ഞങ്ങൾ സ്ട്രീറ്റിൽ വെറുതെ കറങ്ങിയിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ഹൈലൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഹൈലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നത് ഫുഡ് കഴിക്കാമെന്നാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ കുറേ എസ്കലേറ്റ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കോർട്ട് ടോപ്പ് ഫ്ലോറിലാണല്ലോ, അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ താഴത്തെ സ്നോ ഫാൻറ്റസി കണ്ടു. അത് ഹൈലൈറ്റിൽ വന്നവർ കണ്ടിട്ടുണ്ടാവും ഒരു സംഭവം. നല്ല ഭംഗിയാണ് ആ സംഭവം കാണാനായിട്ട്. സ്നോ ഫാൻറ്റസിയുടെ ആ ഒരു എന്താ പറയുക, ഒരു സ്നോ ഫാൻറ്റസി എന്ന് എഴുതിയിട്ടൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇതാ അവിടെ എന്താ പറയുക ഇങ്ങനെ കാറും ജീപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ 2 പേരും എൻ്റെ കസിൻസാണ് കേട്ടോ. ഒരു കയ്യിൽ കയറണം പറഞ്ഞിട്ട് ഓലയിൽ കയറിയതായിരുന്നു. കുറേ നേരം അതിൽ കറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഹൈലൈറ്റിൽ മുകളിൽ ഫുഡ് കോർട്ടിൽ നല്ല ഫുഡ് കഴിച്ചത്. ഞങ്ങളവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ഫർഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പം ഞാനൊക്കെ ബിരിയാണിയാണ് കഴിച്ചത്. ബാക്കി എല്ലാവരും മീൽസ് തന്നെയാണ് കൂടുതൽ കഴിച്ചത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഫുഡ്. പിന്നെ ഇതാ നേരത്തെ നമ്മൾ എസ്എമ്മിൽ കറങ്ങിയ അതേപോലെ തന്നെ ഹൈലൈറ്റ് ഫുള്ളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ടൈം 2 സ്ഥലത്തും പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ കുറേ നേരം നിന്ന് പറഞ്ഞാൽ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ നേരം നിന്ന കാരണം ഞങ്ങൾ ബീച്ചിലൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ബട്ട് ബീച്ചിലൊന്നും പോകാൻ പറ്റിയില്ല. ഇവിടെ കുറേ ടൈം നിന്നുകൊണ്ട് തന്നെ പോകാൻ പറ്റാതിരുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ താഴത്ത് പോയപ്പോൾ നമ്മൾ മറ്റേ സ്നോ ഫാൻറ്റസിയുടെ ഫസ്റ്റ് അവിടെ താഴത്ത് വന്ന് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്നോമാന്, ഡിയർ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സംഭവമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കണ്ടപ്പം. താഴത്ത് മറ്റേ സ്നോ ഫാൻറ്റസിയുടെ ഉള്ളിലോട്ട് കയറേണ്ട മറ്റേ സംഭവമൊക്കെയാണ് തോന്നുന്നു. ഞങ്ങൾ അവിടെ പോയപ്പം എന്താ പറയുക ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് 5:30 ട്രെയിന്. ഞങ്ങൾ ഏകദേശം അത്ര ടൈം അവിടെ ഇങ്ങനെ കറങ്ങിയിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് എന്താ ടൈമും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. അപ്പം ഒരു ടൈം ഞങ്ങൾക്ക് കയറാൻ പറ്റുമായിരുന്നു. ബട്ട് ഇവിടെ ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സാവും. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കയറിയില്ല. പിന്നെ ഈ എസ്കലേറ്റർ കൂടെ കളിക്കുന്നത് ഒന്ന് എൻ്റെ കസിനാണ്, ബാക്കിൽ വരുന്നത് എൻ്റെ അനിയനാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് മെയിൻ്റെ ആക്കാതെ വരെയിരുന്ന്. പിന്നെ ഞങ്ങൾ അവിടെ താഴത്തെ ഫ്ലോറിൽ കുറച്ചൊക്കെ ഇങ്ങനെ കറങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടെ പോപ്കോൺ ഉണ്ടല്ലോ അതുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എൻ്റെ കസിൻസിന് വേണം പറഞ്ഞിട്ട് ഓലത് മേടിക്കാൻ വേണ്ടി നിന്നു. പിന്നെ ഒരു ടേസ്റ്റും ഇല്ലാത്ത പോപ്കോണായിരുന്നു, എനിക്കിഷ്ടമായില്ല. പിന്നെ ഞങ്ങളിതാ നെസ്റ്റോയിൽ പോയിട്ടും ഇതന്നെ കറക്കമായിരുന്നു അന്നത്തെ ദിവസത്തെ പരിപാടി. പിന്നെ എൻ്റെ അനിയൻ അവിടെ സ്പീക്കറൊക്കെ നോക്കിയിരുന്നു, ബട്ട് അതെടുത്തില്ല. പിന്നെ അവിടെ കുനാഫ പോലത്തെ കുറച്ച് സ്വീറ്റ്സ് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. കുനാഫ അതേപോലെ വേറെ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും ഒന്നെടുത്തിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ബട്ട് ഗൈസ് അതൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആർക്കും വലിയ ഇഷ്ടമായില്ല. വെറുതെ ക്യാഷ് പോയി. അതിന് 200 സംതിങ് എന്തോ റേറ്റ് ഉണ്ടായിരുന്നു.
അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ ഞങ്ങൾ ഹൈലൈറ്റിന് ഇറങ്ങി. ഞങ്ങൾ ആകപ്പാടെ ഹൈലൈറ്റിന് വാങ്ങിയത് ആ ഒരു പോപ്കോണും അതേപോലെ ആ ഒരു സ്വീറ്റുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഹൈലൈറ്റിന് ഇറങ്ങിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞങ്ങൾ കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിന്നെ ട്രെയിൻ കയറിയത് കേട്ടോ. ഞങ്ങൾക്ക് 5:30 എന്തോ ആയിരുന്നു കേട്ടോ ട്രെയിന് പറഞ്ഞിരുന്നത്. ബട്ട് ഗൈസ് ട്രെയിൻ നല്ല പോലെ തന്നെ വൈകിയിരുന്നു. ഒരു 6 മണി 6:15 ആയിട്ടാണ് ട്രെയിൻ വന്നത് കേട്ടോ. അതുവരെ ഞങ്ങൾ അവിടെ പോസ്റ്റ് അടിച്ച് വെറുതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പം ഒരു 6:15 ഒക്കെ ആയിട്ടാണ് കേട്ടോ ട്രെയിൻ വന്നത്. പിന്നെ ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ പെയ്യാനായിട്ട് തുടങ്ങി. നല്ല മഴയും ഇടിമിന്നലും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ മഴ തുടങ്ങിയിട്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറി നിൽക്കുകയായിരുന്നു. ബട്ട് നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വൈബായിരുന്നു ഗൈസ് ഈ ഒരു ട്രെയിനിൽ ഇങ്ങനെ രാത്രി മഴ പെയ്യുമ്പോൾ ഇങ്ങനെ പോവാൻ. അത് വേറൊരു വൈബായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഹൈലൈറ്റിൽ നിന്ന് വാങ്ങിയ ആ ഒരു സ്വീറ്റ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. പിന്നെ ഞങ്ങൾ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ നല്ല മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഇടിയും മിന്നലും ആയിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ എൻ്റെ ഉമ്മമ്മ മേമ കസിൻസ് ഓരൊക്കെ ഉമ്മാൻ്റെ വീട്ടിലോട്ടും തിരിച്ചു പോയി. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ടും തിരിച്ചു പോവുകയാണ്. നെക്സ്റ്റ് ഡേ അതായത് മൺഡേ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല. നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്കൂളൊക്കെ ഉള്ള കാരണം നിന്നില്ല കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾ ലൈറ്റായിട്ട് പൊറോട്ട ഒക്കെ കേട്ടോ കഴിച്ചത്. അതിൻ്റെ വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കാസ്റ്റലിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണ് കഴിച്ചത്. ഞങ്ങളെപ്പോഴും അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.